ഹായ് ഓൾ, നമുക്ക് അടുത്ത തിയറം നോക്കാം. കോംപ്ലക്സ് ഫങ്ഷൻസ്, അതായത് അനലിറ്റിക് ഫംഗ്ഷനിലെ തിയറമാണ്. ക്വസ്റ്റ്യൻ നോക്കിയേ. പ്രൂവ് ദാറ്റ് ആൻ അനലിറ്റിക് ഫംഗ്ഷൻ വിത്ത് എ കോൺസ്റ്റന്റ് ആർഗ്യുമെന്റ് ഈസ് എ കോൺസ്റ്റന്റ്. എന്താണ് പറയുന്നത്? ഫംഗ്ഷൻ അനലിറ്റിക് ആണ്, കൂടാതെ അതിൻ്റെ ആർഗ്യുമെന്റ് കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ആ ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, എന്തൊക്കെ തന്നിട്ടുണ്ട്? ആർഗ്യുമെന്റ് ഒരു കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ഫംഗ്ഷൻ അനലിറ്റിക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ, ആർഗ്യുമെന്റ് ഓഫ് എഫ് ഓഫ് സെഡ് എന്താണ്? എഫ് ഓഫ് സെഡ് യു പ്ലസ് ഐ വി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് വി ബൈ യു ആണ്. ടാൻ ഇൻവേഴ്സ് വി ബൈ യു. ഓക്കെ, ഇനി അതൊരു കോൺസ്റ്റന്റ് ആണെന്നാണല്ലോ പറഞ്ഞത്. ടാൻ ഇൻവേഴ്സ് വി ബൈ യു ഈക്വൽ ടു സി, അതായത് ഒരു കോൺസ്റ്റന്റ് ആണെന്ന് നമ്മൾ പറയുന്നു. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ടാൻ ഇൻവേഴ്സ് വി ബൈ യു ഈക്വൽ ടു സി, ദെൻ വി ബൈ യു എന്ത് വരും? ടാൻ ഇൻവേഴ്സ് ഇങ്ങോട്ടേക്ക് വരും അല്ലേ? ദാറ്റ് ഈസ് ടാൻ സി ആയി മാറും. ടാൻ ഇൻവേഴ്സ് എന്തായി മാറും? ടാൻ സി ആയിട്ട് മാറും. അപ്പോൾ വി എന്ത് കിട്ടും? ഈ ഡിവിഷൻ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആവും അല്ലേ? അപ്പോൾ വി ബൈ യു എന്ന് പറയുന്നത് ടാൻ സി ആണെങ്കിൽ വി എന്ത് വരും? ടാൻ സി ഇൻറ്റു യു എന്ന് വരും. ഓക്കെ, ഇനി രണ്ട് സൈഡിൽ എന്ത് ചെയ്യുന്നു? എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ വി എക്സ് അല്ലേ? എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വി എക്സ് ഈക്വൽ ടു ടാൻ സി ഇൻറ്റു യു. ടാൻ സി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. യു എന്ന് പറയുന്നത്, യുവിലാണ് എക്സ് വൈ വരുന്നത്, ഫങ്ഷൻസ് വരുന്നത്. അപ്പോൾ ടാൻ സി ഇൻറ്റു യു എക്സ്, യുവിന് എക്സിൽ ഡെറിവേറ്റീവ് ചെയ്യുന്നു. ടാൻ സി ഒരു കോൺസ്റ്റൻ്റ് ആണ്. അതുപോലെ തന്നെ അതിന് വൈയിലും ഡെറിവേറ്റീവ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? ഇവിടെ എക്സ് ഉള്ളിടത്ത് വൈ ആയിട്ട് മാറും. വി വൈ ഈക്വൽ ടു ടാൻ സി ഇൻറ്റു യു വൈ. ഓക്കെ, രണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാം. വി എക്സ് ബൈ വി വൈ ഈക്വൽ ടു എന്ത് കിട്ടും? ടാൻ സി ക്യാൻസൽ ആവും ഡിവൈഡ് ചെയ്യുമ്പോൾ അല്ലേ? ബാക്കി യു എക്സ് ബൈ യു വൈ കിട്ടും. നമുക്ക് എന്ത് ചെയ്യാം? ക്രോസ് ചെയ്യാം. അതായത് വി എക്സ് ഇൻറ്റു യു വൈ ഈക്വൽ ടു യു എക്സ് ഇൻറ്റു വി വൈ. ഇനി നമുക്കറിയാം എന്താണ്? അനലിറ്റിക് ആയതുകൊണ്ട് യു എക്സ് ഈക്വൽ ടു വി വൈ ആണ്, യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ വി എക്സിന് പകരം വി എക്സ് എന്ന് പറയുന്നത് എന്താവും? ഈ മൈനസ് എടുക്കുക അല്ലേ? മൈനസ് യു വൈ ആയിരിക്കും. അപ്പോൾ വി എക്സിന് പകരം മൈനസ് യു വൈ കൊടുക്കുന്നു. അതുപോലെ തന്നെ വി വൈക്ക് പകരം എന്ത് കൊടുക്കുന്നു? യു എക്സും കൊടുക്കുന്നു. അനലിറ്റിക് ഫംഗ്ഷൻസിൻ്റെ പ്രോപ്പർട്ടി CR ഇക്വേഷൻസ് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ വരുന്നത്. ഓക്കെ, ഇനി ഇതെന്താണ്? മൈനസ് യു വൈ സ്ക്വയർ ഈക്വൽ ടു യു എക്സ് സ്ക്വയർ. ഈ മൈനസ് യു വൈ സ്ക്വയർ ഇങ്ങോട്ട് പോന്നാൽ യു എക്സ് സ്ക്വയർ പ്ലസ് യു വൈ സ്ക്വയർ ഈക്വൽ ടു 0. മൈനസ് എന്താവും? ഈക്വൽ ടുവിൻ്റെ നെക്സ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ പ്ലസ് ആവും. ഇനി നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് നമ്പേഴ്സിൻ്റെ സ്ക്വയർ ആഡ് ചെയ്യുമ്പോൾ 0 വരണമെന്നുണ്ടെങ്കിൽ യു എക്സും യു വൈയും 0 ആവണം. കാരണം 0 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ മാത്രമേ 0 ഉള്ളൂ. വേറെ ഒരു നമ്പറിൻ്റെ സ്ക്വയർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 കിട്ടില്ല. ഓക്കെ അല്ലേ? അപ്പോൾ യു എക്സും യു വൈയും 0, അതായത് വി യു ഒരു കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് ആണ് 0. ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? വി ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് കാണിക്കാം. യുവും വിയും കോൺസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എഫ് എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, ഇതാണ് ഈ തിയറം പറയുന്നത്. എന്തായിരുന്നു തിയറം? എന്തായിരുന്നു? ആർഗ്യുമെൻറ്റ് കോൺസ്റ്റൻ്റ് ആണ്, അതുപോലെ തന്നെ എഫ് അനലിറ്റിക് ആണെന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. പ്രൂവ് ദാറ്റ് the identity function is analytic everywhere in the complex plane. ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എന്താണെന്ന് പ്രൂവ് ചെയ്യണം? അനലിറ്റിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. അനലിറ്റിക് ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? കോഷി റെയ്മാൻ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് കാണിച്ചാൽ മതി. അതായത് യു എക്സ് ഈക്വൽ ടു വി വൈ ആൻഡ് യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ് ആണെന്ന് പ്രൂവ് ചെയ്യണം. എന്തിൻ്റെയാണ് കാണിക്കേണ്ടത്? ഐഡൻറ്റിറ്റി ഫംഗ്ഷനാണ് കാണിക്കേണ്ടത്. ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ്. എന്താണോ കൊടുക്കുന്നത് അത് തന്നെ തിരിച്ചു കിട്ടണം. അതിനെയാണ് എന്ത് പറയുന്നത്? ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഫംഗ്ഷൻ നമുക്ക് എന്താണെന്ന് കാണിക്കണം? അനലിറ്റിക് ആണെന്ന് കാണിക്കണം. അപ്പോൾ എഫ് ഓഫ് സെഡ് നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? യു പ്ലസ് ഐ വി. സെഡ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഐ വൈ. അപ്പോൾ യു എന്താണ്? റിയൽ പാർട്ട് എന്താണ്? റിയൽ പാർട്ട് ഇതിൽ എക്സ്, അതായത് യു എന്ന് പറയുന്നത് എക്സും ഐയുടെ കൂടെയുള്ള ആരാണ്? വി. വി എന്ന് പറയുന്നത് വൈ യു ആണ്. അപ്പോൾ യുവും വിയും കിട്ടി. ഇനി നമുക്ക് യു എക്സും യു വൈയും വി എക്സും വി വൈയും കാണണം. യു എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സിനെ എക്സിൽ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ 1, എക്സിനെ വൈയിൽ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ 0, കാരണം അതിൽ വൈ ഇല്ല. ഓക്കെ, വിയിൽ എക്സിൽ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ 0, കാരണം എന്താ? വൈ ഒരു കോൺസ്റ്റൻ്റ് ആണ്, നമ്മൾ എക്സിലാണ് ഡെറിവേറ്റീവ് ചെയ്യുന്നത്, എക്സ് ഇല്ലാത്തത് കൊണ്ട് അത് 0 ആണ്. വി വൈ എന്താണ്? വിനെ വൈയിൽ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ 1, വൈയുടെ ഡെറിവേറ്റീവ് 1. ഓക്കെ, അപ്പോൾ നോക്കിയേ, യു എക്സ് ഈക്വൽ ടു വി വൈ അല്ലേ? യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ്, രണ്ടും സീറോസ് ആണ്. അപ്പോൾ എന്താണ്? ഈ രണ്ട്
CR ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇത് അനലറ്റിക് ആണെന്ന് പറയാം. ഓക്കെ, പ്രൂവ് ദാറ്റ് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ഈസ് അനലറ്റിക് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്താൽ മതി, F അനലറ്റിക് ആണെന്ന് എഴുതാം. ഓക്കെ.